മെർക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് കൊണ്ടുവന്നിട്ടൊരു പാടത്തിനരികത്തുണ്ട്. ഇവർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഒഴിച്ചിങ്ങോട്ട് ഒരു 80 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇത് മെൽറ്റാവും. ഈ ടോക്സിക് മെറ്റീരിയൽ മെൽറ്റായി കഴിഞ്ഞാൽ അത് മുഴുവൻ ഇങ്ങോട്ട് ഒഴിക്കും. ഇത് ചുറ്റും നിൽക്കുന്ന പുല്ല് കഴിച്ച ആ ആടുമാടുകളും ചത്തുപോകും, എല്ലാം ചത്തുപോകും, കൊക്കുകളൊക്കെ ചത്തുപോയി ഇവിടെ വീണിട്ട്. അങ്ങനെ നമ്മളത് അറിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ടത് കൈയോട് കണ്ടെത്തുകയുണ്ടായി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റി. BBC നടത്തിയൊരു പഠനം, BBCയുടെ ആളുകൾ വന്നിട്ട് ഇവിടെ നടത്തിയൊരു പഠനത്തിൽ 2 ഫാമിലിയിലെ 2 തലമുറയിലെ ആളുകളെ എടുത്ത് പരിശോധിച്ചപ്പോൾ ഇവരിലെല്ലാവരും തന്നെ DDTയുടെ സാന്നിധ്യം ബ്ലഡ് സാമ്പിളിൽ കൂടുതലായിട്ട് കണ്ടെത്തിയിരുന്നു. ഇത് തന്നെയാണ് മുലപ്പാലിലെയും അവസ്ഥ. ഇതിനർത്ഥം കുട്ടിക്ക് കൊടുക്കുന്ന അമ്മ നൽകുന്ന പാല് പോലും അത്ര സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. സമീപഭാവിയിൽ 2018 കൂടി ഭൂമിയിൽ നിന്ന് നിശേഷം നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുന്ന അതിമാരകമായിട്ടുള്ള വിഷപദാർത്ഥമാണ് DDT. ഇന്ന് ലോകത്ത് DDT ഉണ്ടാക്കുന്ന ഒരു കമ്പനി, അറിയപ്പെടുന്ന ഒരേ ഒരു കമ്പനിയാണ് ഏലൂരുള്ള HAL. വേറെങ്ങും DDT ഉണ്ടാക്കുന്നില്ല. മിക്കവാറും എല്ലാ വികസിത രാജ്യങ്ങളും DDT പാടെ നിരോധിച്ചു കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്ന മാലിന്യങ്ങൾ മുഴുവൻ പേറേണ്ടി വരുന്നത് ഏലൂരിലെ നിവാസികളാണ്, പെരിയാറിലെ മത്സ്യങ്ങളാണ്. കാരണം പെരിയാറിൽ നിന്ന് പിടിക്കുന്ന മത്സ്യങ്ങളിൽ DDTയുടെ അംശം വളരെ കൂടുതലായിട്ട് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏലൂരിൽ 5ഓളം മാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങൾ ഈ പറഞ്ഞ ജനറൽ പാരാമീറ്ററിന് പുറത്ത് കണ്ടെത്തുകയുണ്ടായി. അതിലൊന്ന് ഹെക്സാക്ലോറോ ബ്യൂട്ടാഡീൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഈ ഹെക്സാക്ലോറോ ബ്യൂട്ടാഡീൻ ഉണ്ടെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ഡയോക്സിൻ ഉണ്ടാവുന്നതാണ് അർത്ഥം. അത് കാർസിനോജനാണ് 1. 2 കാർബൺ ഡൈസൾഫൈഡ്. 3 ക്ലോറോഫോം, ബെൻസീൻ, കാർബൺ ടെട്രാക്ലോറൈഡ് അടക്കം 6ഓളം ഇതിന് പുറമെയുള്ള രാസപദാർത്ഥങ്ങളാണ് നമ്മൾ വായുവിൽ കണ്ടെത്തിയത്. ഹിൻഡുസ്ഥാൻ ഇൻസെക്സൈഡ് എന്ന് പറയുന്ന കമ്പനിയിൽ DDT ഉണ്ടാക്കുന്നുണ്ട്, എൻഡോസൾഫാൻ ഉണ്ടാക്കുന്നുണ്ട്, ഡൈക്കോഫോൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ എൻഡോസൾഫാൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടം വരുന്ന കീടനാശിനിയുടെ അവശിഷ്ടങ്ങൾ ഇൻസിനറേറ്ററിൽ കത്തിക്കുമ്പോഴാണ് ഡയോക്സിൻ ഉണ്ടാകുന്നത്. നമ്മൾ ആകെ 6 പേരാണ് ഈ ഓഫീസിൽ ഒരു പെർമനൻ്റ് ആയിട്ട് നമുക്കുള്ള സ്റ്റാഫ്. എന്നിട്ട് പോലും നമ്മൾ ഇത്രയും ആൾക്കാരെ കൊണ്ടാണ് നൈറ്റും മോർണിംഗും 24 hours, ഈവൻ ഹോളിഡേയ്സിൽ പോലും നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണിത്. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പഴയ കൺസെപ്റ്റിൽ നിന്ന് മാറി ഒരു പുഴയുടെ പൂർവ്വസ്ഥിതി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. നേരത്തെ നമുക്ക് 4 വരെയും pH കിട്ടിയിട്ടുണ്ട്. pH എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ വാട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇപ്പം നമുക്ക് കിട്ടുന്ന 6.2 ആ റേഞ്ച് വരെ വന്നു കഴിഞ്ഞു. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു പരാതി വന്നാൽ ഈവൻ മിഡ് നൈറ്റ് ആണെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് പോയി അത് നോക്കിയിരിക്കും. ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളവിടെ വരണുള്ളൂ. ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്യാത്തടത്തോളം നിങ്ങളവിടെ വരണില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവാദിത്വം അതല്ല. അതിന്റെ വാട്ടർ ആക്ട് അല്ലെങ്കിൽ ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974 രൂപീകരിക്കുമ്പോൾ ഉണ്ടായി വരുമ്പോൾ അതിന്റെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. വെള്ളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സംരക്ഷണമാണ് ഈ നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന്. ഹോൾസംനെസ് പ്രൊട്ടക്ട് ഹോൾസംനെസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ പ്രിയാമ്പിളിൽ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് മഹത്തായൊരു സാധനമാണ്. വെള്ളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സംരക്ഷണം എന്ന് പറയുമ്പോൾ ഒരു വ്യവസായം FACT ആണെങ്കിലും TCC ആണെങ്കിലും മെർക്കോ ആണെന്നുണ്ടെങ്കിലും CMR ആണെങ്കിലും ബിനാനി സിംഗ് ആണെന്നുണ്ടെങ്കിലും അവർ പുറത്തേക്ക് വിടുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി മൊത്തം ജലത്തിൻ്റെ സമഗ്രതയെ, ജലത്തിൻ്റെ ഗുണതയെ എങ്ങനെ ബാധിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ അന്വേഷണം നടത്താനും പഠനം നടത്താനും ബാധ്യതയുണ്ട്. അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയും അവർക്കുണ്ട്. അവർ നിറവേറ്റാത്തതും അതാണ്. ആ സംരക്ഷണം എന്ന് പറയുന്ന ദൗത്യം നിറവേറ്റാനായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡ് നാളിതുവരെ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷം പുഴയുടെ സൈഡിലായിട്ട് ഒരു വലിയ കിണറുണ്ടാക്കിയിട്ട് ഒരാൾ വെള്ളം എടുത്ത് വിൽക്കുന്നു. അപ്പം ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു. വാട്ടർ അതോറിറ്റിന് ഞങ്ങൾക്കല്ല അതിൻ്റെ അധികാരം എന്ന് പറഞ്ഞു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല, ഞങ്ങൾക്ക് അതിൻ്റെ അധികാരമൊന്നുമില്ല. പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് വെക്കണ എന്താണെന്ന് നമ്മൾക്കറിയില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം? അറിയില്ല. പുഴയിൽ ആർക്കും എന്തെങ്കിലും ചെയ്യാം. ആശുപത്രി മാലിന്യം ഒഴുക്കാം, കക്കൂസയുടെ ടാങ്ക് ഒഴുക്കാം, പിന്നെ മുനിസിപ്പൽ വേസ്റ്റ് ഇടാം, വെള്ളം എടുത്ത് വിൽക്കാം, എന്തും ചെയ്യാം. വെള്ളം ആരുടെയാണ്? നമ്മൾ ജലസമ്മർദ്ദമാണെന്ന് പറയാം. 44 നദികളുടെ ഊറ്റം കൊള്ളുകയാണ്. പക്ഷേ
മഴ തുറന്നാൽ നമ്മൾ കുടിവെള്ളമില്ല. അപ്പം നമ്മൾക്കിത് സംരക്ഷിക്കാനായിട്ടൊരു അതോറിറ്റി വേണം. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് റിവർ ബേസിൻ അതോറിറ്റി എന്ന് പറയുന്നത്, നദീതട അതോറിറ്റി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നദീതട അതോറിറ്റി പ്രഖ്യാപിക്കാതെ ഉണ്ടാവാത്തത്? ശ്വാസം മുട്ട്, ചുമ, ചോദിച്ചൽ, അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളും ഉണ്ട്. പിന്നെ ഇത് സംബന്ധമായിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ക്യാൻസർ, അങ്ങനെ പല അസുഖങ്ങളും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ കിണറ്റിലെ വെള്ളം ഒട്ടും ഉപയോഗിക്കാൻ കൊള്ളൂല. ഇപ്പോൾ ഈ തോട്ടിൽ ഏതാണ്ട് 111 മൂലകങ്ങളാണുള്ളത്. 58 എണ്ണത്തിൽ 38 എണ്ണം ഈ HCL കമ്പനിയിലെ പ്രൊഡക്ഷൻ DDTയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. വളരെ ഗുരുതരമായ ജനങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടെ പഠനം നടത്തി ആ പഠനം ഗവൺമെൻറ് അംഗീകരിച്ച് ഇപ്പോൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാനായിട്ട് ഗവൺമെൻറ് തയ്യാറായേക്കാണ്. അപ്പോൾ ഗവൺമെൻറ് ഇത് തയ്യാറായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠനം ശരിവെച്ചതാണ്. ഗവൺമെൻറ് സർവേ നടത്തി ഇവിടെ ഈ തോടിനരികിൽ മരുന്നും കുപ്പിയിൽ അത് വീടില്ല എന്നുള്ളതാണ്. നമ്മളിത് പറയുമ്പോൾ ഇവിടെ ഈ രാത്രിയുടെ മറവിൽ ശരിക്ക് ഒരാഴ്ച കറക്റ്റായിട്ട് നമ്മൾ നിരീക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വന്നെന്ന് വരില്ല. നിരീക്ഷണമില്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച ഇവിടെ രാത്രി ഉറക്കൊഴിഞ്ഞിരുന്നു കഴിഞ്ഞാൽ എത്ര ദിവസം ഇതിലെ മാലിന്യം ഒഴുക്കേണ്ടെന്നുള്ളത് കണ്ടെത്താം. എല്ല് കമ്പനി ബോൺമീൽ ഉണ്ടാക്കുന്ന എല്ലുപൊടി ഉണ്ടാക്കുന്ന അവിടെ ചൈൽഡ് ലേബർ അടക്കമുണ്ട്. പുതിയ നാമ്പായി പുറത്തു വരുന്ന ഓരോ ജീവനും വിലയുണ്ട്. അതിനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. ഹൃദയത്തിൻ്റെ തുടിപ്പുകൾക്ക് ഇവിടെ വില പറയേണ്ടി വരുന്നു. തോര കണ്ണുനീരായി ഭോപ്പാൽ മാറുമ്പോൾ ഏലൂരെന്ന ഈ കൊച്ചു ഗ്രാമം തേങ്ങുന്നു. നേരിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഇനി എത്ര ദൂരം കാത്തിരിക്കണം?